പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ HTML ബേസിക് സ്കെൽട്ടൺ ഉണ്ടാക്കി, അതിന് CSS സ്റ്റൈൽ കൊടുത്തു, ഇതുവരെ എത്തി. ഇനി നമ്മൾ നമ്മുടെ ഗെയിമിൻ്റെ കോഡിംഗ് തുടങ്ങാൻ പോകുകയാണ്. ജാവ സ്ക്രിപ്റ്റിൽ jQuery ഉപയോഗിച്ചിട്ട് നമ്മുടെ script.js ഫയലിൽ, ഈ script.js ഫയലിൽ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ആദ്യം എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ പോളും ബേർഡിലുമാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ മെയിനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോളിൽ ആദ്യം നമുക്ക് പോളിനെ മൂവ് ചെയ്യണം. പിന്നെ മൂവ് ചെയ്ത് കണ്ടെയ്നറിനെ വെളിയിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ പോളിനെ പഴയ പൊസിഷനിൽ കൊണ്ടുവരണം. പിന്നെ അതിൻ്റെ പോൾസിൻ്റെ ചേഞ്ച് ഓരോ പ്രാവശ്യവും റീഅപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സ്പീഡ് മാറ്റണം. ഓരോ പ്രാവശ്യവും റീഅപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഹൈറ്റും മാറ്റണം. പോൾ 1ൻ്റെയും പോൾ 2ൻ്റെയും ഹൈറ്റുകളും മാറ്റണം. പിന്നെ ബേർഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബേർഡിനെ താഴത്തോട്ട് കൊണ്ടുവരും. പിന്നെ സ്പേസ് കീ എപ്പോൾ യൂസർ പ്രസ് ചെയ്യുന്നു കൺട്രോൾ ചെയ്യാനായിട്ട്, അപ്പോൾ ബേർഡിനെ മുകളിലേക്ക് കൊണ്ടുവരും. സ്പേസ് കീ റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും താഴത്തേക്ക് പോകും. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് സ്ക്രിപ്റ്റിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ പോളിനെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കണ്ടതാണ്, പോളിൽ നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ് -50 px കൊടുത്തിട്ട്. നമുക്കത് നോക്കാം, ആ പോൾ എവിടെ ഉണ്ടെന്ന് നോക്കാം. രണ്ട് പോൾ ഇവിടെ ഉണ്ട്. നമ്മളിത് റൈറ്റ് -50 px കൊടുത്തിട്ടുണ്ട്, അത് കാണാതിരിക്കുകയാണ്. അത് ഞാൻ കമൻറ്റ് ചെയ്തപ്പോൾ റെഡി വർക്കായി. പോളിത് ഇവിടെ വന്നു. സോ എങ്ങനെയാണ് നമ്മൾ പോളിനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഗെയിമിലുള്ളതുപോലെ? എങ്ങനെ കൊണ്ടുപോകും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ സ്ക്രിപ്റ്റ് വഴിയാണ് നമ്മളിതിനെ മൂവ് ചെയ്യാൻ പോകുന്നത്. സ്ക്രിപ്റ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ റൈറ്റ് CSSലെ റൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും. സോ റൈറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ചെറുതായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക നോക്കിയോ. നിങ്ങൾ ഈ വാല്യൂ ചേഞ്ച് ആകാൻ നോക്കിക്കോളൂ. റൈറ്റ് കൂടുന്തോറും 5 ആയി 30 കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്? പോള് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ കാര്യം റൈറ്റ് അതായത് പോളിൻ്റെ CSS റൈറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? പോള് വലത് നിന്ന് ഇടത്തേക്ക് മൂവ് ചെയ്യും. ഇതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, മൂവ് ദ പോൾസ്. പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? മേക്ക് ദ പോൾസ് റീഅപ്പിയർ വെൻ ഇറ്റ് ഗോ ഔട്ട് ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പോൾ ഇങ്ങനെ പോയി റൈറ്റ് ഏകദേശം കൂടി ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് പോൾ ഇതിൽ നിന്ന് കാണാതെ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചവനെ ഇവിടെ കൊണ്ടുവരണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്, ഈ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് എത്ര നമ്മൾ കൊടുത്തിരിക്കുന്നത്? 90%. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊരു 800 പിക്സൽ എന്ന് കൊടുക്കുന്നു. ആ ശതമാനം അവിടെ കിടക്കട്ടെ. അപ്പം നമ്മൾ എങ്ങനെ പോളിനെ തിരിച്ചു കൊണ്ടുവന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അപ്പം നമ്മൾ നോക്കും, ഈ പോളിനെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇടത്തോ സൈഡിലോട്ട് മാറാൻ വേണ്ടി. പോളിൻ്റെ CSS റൈറ്റ് കൂട്ടി വരുമ്പോഴത്തേക്ക് ഒരു 800 പിക്സൽ ഇതിൻ്റെ റൈറ്റ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ 801 ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോള് കാണാതെ പോയി. നോക്കിയോ, ഞാൻ കുറയ്ക്കുവാണ്. 799 കാണുന്നുണ്ട്, 800 കാണുന്നുണ്ട്. 801 ആയി കഴിയുമ്പോഴത്തേക്ക് ഈ പോള് കാണാതെ പോകുന്നു. സോ അപ്പോൾ നമ്മൾ ഇവൻ്റെ റൈറ്റ് വീണ്ടും എത്ര ആക്കും? -50 ആക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പോളിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. കണ്ടെയ്നറിന് വെളിയിൽ പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോളിൻ്റെ CSS റൈറ്റ് പോയി കൂട്ടും, നമ്മൾ കൊടുക്കും. അപ്പോൾ പോയി ഈ കണ്ടെയ്നറിൻ്റെ വിഡ്ത്തിനേക്കാൾ കൂടുതലാകുമ്പോൾ അവനെ തിരിച്ച് വീണ്ടും ഈ പൊസിഷനിൽ കൊണ്ടുവരും. അത് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. ഇനി ചേഞ്ച് ദ പോൾ സ്പീഡ് ബിഫോർ ഇറ്റ് റീഅപ്പിയർ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യവും ഇവൻ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞു, അടുത്ത പ്രാവശ്യം റീഅപ്പിയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് ഇങ്ങോട്ട് പോയതിന് ശേഷം റീഅപ്പിയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ ഇടയ്ക്കൊരു കോഡ് വരും. അതിലെന്താ നമ്മൾ എഴുതി കൊടുക്കുന്നത്? ഇപ്പം റൈറ്റ് നമ്മൾ കൂട്ടാൻ പോകുന്നത് 5 പിക്സൽ വെച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ചോ. ഇവൻ നീക്കാൻ പോകുന്നത് 5 പിക്സൽ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ നീങ്ങുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സ്പീഡിലായിരിക്കും പോകുന്നത്. ഇവൻ തിരിച്ചടുത്ത റീഅപ്പിയർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് 5 എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ 10 ആക്കി കൊടുക്കും, അല്ലെങ്കിൽ 6 ആക്കി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? 6 പിക്സൽ ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ നമ്മൾ എത്ര സെക്കൻഡിലാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മൂവ് ചെയ്യുമ്പോഴത്തേക്ക് 6 പിക്സൽ വെച്ചാകുമ്പോഴത്തേക്ക് വീണ്ടും സ്പീഡ് കൂടിയ പോലെ തോന്നും. അടുത്ത പ്രാവശ്യം വീണ്ടും ഒന്നൂടെ കൂട്ടി കൊടുക്കും. അങ്ങനെയാണ് അവൻ്റെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ദ പോൾസ് ഹൈറ്റ് ബിഫോർ ഇറ്റ് റീഅപ്പിയർ.
പോളിൻ്റെ ഹൈറ്റ് ഈ ഓരോ പ്രാവശ്യം കണ്ടെയ്നറിന് പുറത്ത് പോയി റീഅപ്പിയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഈ രണ്ടിൻ്റെയും ഹൈറ്റ് നമ്മളങ്ങ് മാറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എത്ര സെറ്റ് ചെയ്തിരിക്കുന്നത്? ഹൈറ്റ് 130 അല്ലേ. അടുത്ത പ്രാവശ്യം ഹൈറ്റ് എത്ര കൊടുക്കും? പോൾ 1-ന് ഒരു 1 തൊട്ട് 100-നിടയ്ക്കുള്ള ഒരു 50 ഒരു റാൻഡം നമ്പർ നമ്മൾ പിക്ക് ചെയ്യും. അത് അതിനൊരു ഫംഗ്ഷനുണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. പിക്ക് ചെയ്തിട്ട് പോൾ 1-ന് അത് കൂട്ടി കൊടുത്തിട്ട് പോൾ 2-ന് അത് കുറയ്ക്കും. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്തിൽ നിന്ന് അതായത് അതിൻ്റെ ബേസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 130 അത് ആദ്യം നമ്മൾ എടുത്ത് വെക്കും, അതിൻ്റെ കൂടെ കൂട്ടും, മറ്റേതിന് പോൾ 2-ന് 130 കുറയ്ക്കും. വീണ്ടും പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യും ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ്. പോൾ 1-ന് വീണ്ടും കൂട്ടി കൊടുക്കും, മറ്റേതിന് വീണ്ടും ഹൈറ്റ് കുറച്ച് കൊടുക്കും. അങ്ങനെ അപ്പം റാൻഡമായിട്ട് ഇങ്ങനെ ഹൈറ്റ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്കൊരു ഹൈറ്റ് ചേഞ്ച് ഫീൽ ചെയ്യും, ഉണ്ടാവും. യെസ്, ഫീൽ ചെയ്യുന്നല്ല, ഉണ്ടാവും. സോ അത് നമ്മൾ ചെയ്യണം. പോളിൻ്റെ ഹൈറ്റ് നമ്മൾ അങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. പോളിന് അത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ബേർഡിനാണ്. ബേർഡിനെ നമ്മൾ താഴത്തോട്ട് കൊണ്ടുവരണം. ഈ പോളിനെ മൂവ് ചെയ്യിക്കുന്ന അതേ സ്ക്രിപ്റ്റിൽ തന്നെയാണ് ബേർഡിനെ താഴത്തോട്ട് വരാനുള്ള സ്ക്രിപ്റ്റ് എഴുതുന്നത്. ബേർഡിനെ താഴത്തോട്ട് വരാൻ പ്രത്യേകിച്ച് കൺട്രോൾസ് ഒന്നുമില്ല, നമ്മുടെ കോഡ് തന്നെ താഴത്തേക്ക് കൊണ്ടുവന്നോളൂ. പിന്നെ കൺട്രോൾസ് ഉള്ളത് എന്തിനാണെന്ന് വെച്ചാൽ, മൂവ് ദ ബേർഡ് അപ്പ് വെൻ സ്പേസ് കീ ഈസ് പ്രസ്ഡ്. സ്പേസ് അമർത്തുമ്പോൾ ബേർഡിനെ മുകളിലോട്ട് കൊണ്ടുവരണം. അതിനു വേണ്ടി മാത്രമായിരിക്കും നമ്മൾ അത് നമ്മുടെ ഈ ഫംഗ്ഷൻ അകത്തായിരിക്കത്തില്ല, പുറത്തായിരിക്കും എഴുതുന്നത്. സ്പേസ് കീ പ്രസ് ചെയ്താൽ ബേർഡിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ. ബേർഡിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് സ്പേസ് കീ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ആ കൺട്രോൾ എടുത്ത് മാറ്റും. വീണ്ടും അവൻ നമ്മുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആയിരിക്കും ഗെയിം പോകുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ആയി കാണും. ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ script.js ഫയലെത്തി. script.js ഫയലെത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം index.html jQueryയും ഈ കൊളീഷൻ ഡിറ്റക്ഷൻ്റെ സ്ക്രിപ്റ്റും പിന്നെ നമ്മുടെ script.js ഫയലും ഇൻക്ലൂഡ് ചെയ്യണം. ആദ്യം നമുക്ക് അതൊന്ന് ചെയ്യാം. source equal to jQuery.min.js. ഓക്കെ, നമുക്കത് കോപ്പി ചെയ്യാം. 2 പ്രാവശ്യം വേണം, നമ്മൾ കൊളീഷൻ വെച്ചിട്ടില്ല. കൊളീഷൻ ഡിറ്റക്ഷൻ .js ഇൻക്ലൂഡ് ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ script.js ഇൻക്ലൂഡ് ചെയ്തു. സോ നമുക്കിനി നമ്മുടെ വർക്കിംഗ് തുടങ്ങാം. ഇതാണ് നമ്മുടെ script.js ഫയൽ. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും. എന്താണെന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, jQuery അറിയാവുന്ന $o ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ document.ready എന്ന ഫംഗ്ഷൻ്റെ ഷോർട്ട് ഹാൻഡാണ്. ഇതെന്തിനായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ index.html നമ്മുടെ HTML കംപ്ലീറ്റ് ആയിട്ട് ലോഡ് ചെയ്തതിന് ശേഷം മാത്രം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കോഡ് എടുത്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ war container equal to $# container വെച്ച് നമ്മൾ jQuery വെച്ച് ഈ കണ്ടെയ്നറിനെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ HTML ലോഡാകുന്നതിന് മുമ്പ് ഇത് കയറി ലോഡായി കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ എന്തുവാന്ന് അറിയാതെ വരും ബ്രൗസറിന്, അപ്പോൾ എറർ അടിക്കും. സോ അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആദ്യം HTML മുഴുവൻ ലോഡ് ചെയ്യൂ, പിന്നെ ഇത് ഈ സ്ക്രിപ്റ്റിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത്രയും സാധനങ്ങൾ സേവിങ് DOM ഒബ്ജക്ട്സ് ടു വേരിയബിൾസ്. സാധാ കുറേ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ DOM ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിലെ, അതായത് നമ്മുടെ HTML ഓരോ കണ്ടെയ്നറിനെയും ബേർഡിനെയും പോളിനെയൊക്കെ ചുമ്മാ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കോഡ് എഴുതുമ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും പോയി നമ്മുടെ ഗെയിം കോഡ് എഴുതുന്ന സ്ഥലത്ത് $container.css അത് ഇത് എന്ന് പറഞ്ഞ് എഴുതുന്നതിന് പകരം ഡയറക്റ്റ് നമുക്ക് കണ്ടെയ്നർ എന്നെഴുതി .css എന്ന് പറഞ്ഞ് jQuery ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും. അത്ര എളുപ്പത്തിൽ വിളിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും പോയി ഇത് ഉപയോഗിക്കുന്നതിന് പകരം ചുമ്മാ കണ്ടെയ്നർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് അവിടെ ആക്സസിബിൾ ആവും. അത്രയേ ഉള്ളൂ കാര്യം. അതുപോലെ തന്നെ ബേർഡ്, പോള്, ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അടുത്തത് സേവിങ് സം ഇനീഷ്യൽ സെറ്റപ്പ്. അതായത് നമ്മുടെ ഗെയിം കോഡ് നമ്മൾ എഴുതി തുടങ്ങിയിട്ടില്ല. സോ നമ്മുടെ index.html ലോഡായി, സ്ക്രിപ്റ്റ് ലോഡായി വീഴുമ്പോഴത്തേക്ക് ഗെയിം നമ്മുടെ തുടങ്ങുന്നതിന് മുമ്പ്
കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് നമുക്ക് ആവശ്യമുണ്ട്, അതെടുത്ത് ഇങ്ങോട്ട് സേവ് ചെയ്ത് വെച്ചു. കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് എടുത്ത് സേവ് ചെയ്ത് വെച്ചു. പോളിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ സേവ് ചെയ്ത് വെച്ചു, അത് -50 ആയിരിക്കും. പിന്നെ പോളിൻ്റെ ഹൈറ്റ്, ബേർഡിൻ്റെ CSS ലെഫ്റ്റ്, ബേർഡിൻ്റെ ഹൈറ്റ്, ഇതൊക്കെ ആദ്യം തന്നെ എടുത്ത് കുറേ വേരിയബിൾസിലേക്ക് സേവ് ചെയ്ത് വെച്ചു. പിന്നത്തെ ആവശ്യം വരും നമുക്ക്, അത് നമ്മൾ കോഡ് എഴുതുമ്പോൾ മനസ്സിലായിക്കോളും. ഇനി നമ്മുടെ കോഡ് നമുക്ക് തുടങ്ങാം. കോഡും ഇതുപോലെ നമുക്ക് ഒരു സം അതർ വേരിയബിൾ ഡിക്ലറേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. നോക്കാം, നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ഗെയിം. ഓക്കെ, അങ്ങനെ എഴുതി ചുമ്മാ ഒരു വേരിയബിൾ. അപ്പം നമുക്കതിലേക്ക് നമ്മുടെ ഫങ്ഷനെ നമുക്ക് കൊണ്ടുവരാം. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞ ഫങ്ഷനിലായിരിക്കും നമ്മുടെ എൻ്റയർ ഗെയിം നടക്കാൻ പോകുന്നത്. ഇതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ മൂവ്മെൻറ്റ്, സഡൻ മൂവ്മെൻറ്റ്സ്, അനിമേഷൻസ് കാണിക്കേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനകത്ത് എന്തെഴുതുന്നു അതിനെ റിപ്പീറ്റ് ചെയ്തിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ ഈ അനിമേഷൻസ് കാണിക്കാൻ പറ്റൂ. അങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ. അതിന് 2 രീതിയുണ്ട്. ഒന്ന് സെറ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ മെത്തേഡുണ്ട്, 2 റിപ്പീറ്റ് അനിമേഷൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞ മെത്തേഡുണ്ട്. ഇത് ലേറ്റസ്റ്റ് റിപ്പീറ്റ് അനിമേഷൻ ഫ്രെയിംസ് ആണ്, അതായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, എല്ലാ ബ്രൗസേഴ്സിലും ഈ റിപ്പീറ്റ് അനിമേഷൻ ഫ്രെയിം ഉപയോഗിച്ച് ചെയ്യുന്ന അനിമേഷൻസ് സ്മൂത്ത് ആയിരിക്കും സെറ്റ് ഇൻ്റർവെൽ ഫംഗ്ഷനേക്കാളും. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എടുത്ത് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സെറ്റ് ഇൻ്റർവെൽ ഫംഗ്ഷൻ അല്ല, റിപ്പീറ്റ് അനിമേഷൻ ഫ്രെയിംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അതെങ്ങനെ കോൾ ചെയ്യുന്നു, പിന്നെ അനിമേഷൻ ഗെയിം ഓവർ ആകുമ്പോൾ അനിമേഷൻ എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നൊക്കെയുള്ളത് നമുക്കിപ്പോൾ നോക്കാം. സോ ഇതായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ ആ ഫംഗ്ഷനെ എങ്ങനെ വിളിക്കും, റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡിഫോൾട്ട് മെത്തേഡ് വിളിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഏത് ഫംഗ്ഷനാണോ പാസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. ഗെയിം, നമുക്കിവിടെ പാസ് ചെയ്യേണ്ടത് ഗെയിം, ഈ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, അത് ഇത്ര മാത്രമല്ല, സോറി ഒരു കാര്യം കൊണ്ട് മറന്നുപോയി. എന്നിട്ട് ഈ ഫംഗ്ഷനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടി വിളിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഈ ഫംഗ്ഷൻ നമ്മൾ പുറത്തുനിന്ന് വിളിച്ചു, അതിനകത്ത് നമ്മുടെ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുത്തു, അപ്പോൾ ഈ ഫംഗ്ഷനിലേക്ക് വന്നു, അതിനകത്ത് വീണ്ടും ഇതേ സംഭവം എടുത്ത് ഒന്നുകൂടെ വിളിക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, റിപ്പീറ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു കൺസോൾ ഇട്ട് നമുക്ക് നോക്കാം. console.log console.logനകത്ത് നമുക്കറിയാം ലൂപ്പ്, ചുമ്മാ ഒരു മെസ്സേജ് കൊടുക്കാം, വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം അത് വരുന്നോ ഇല്ലയോ എന്ന്. റിഫ്രഷ് ചെയ്തിട്ടില്ല, ഞാൻ റിഫ്രഷ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. യെസ്, എത്ര പ്രാവശ്യം ആ മെസ്സേജ് കാണിക്കുന്നുണ്ടെന്ന് നോക്കിയോ, 200 300. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. ലൂപ്പ് അങ്ങനെ വർക്ക് ചെയ്താൽ ശരിയാവില്ല. ഇനി ഇത് ലൂപ്പിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഈ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം കമൻറ്റ് ചെയ്യുന്നു, ഇതും കമൻറ്റ് ചെയ്യുന്നു. ഓക്കെ, കമൻറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് നമുക്ക് ഈ ഫംഗ്ഷനെ ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കാം, _game. എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കൺസോൾ എടുത്തു, റിപ്പീറ്റ് ആകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റിഫ്രഷ് ചെയ്യുക. ഒറ്റ പ്രാവശ്യമേ വർക്കുള്ളൂ, ഇവിടെ എത്ര മൾട്ടിപ്പിൾ ടൈംസ് കോൾ ആയില്ല. സോ ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള മെസ്സേജ് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഒറ്റ പ്രാവശ്യമേ വർക്ക് ചെയ്തുള്ളൂ. ലൂപ്പിലിടുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് അത് വർക്കാവും. ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇത്രയും തവണ കോൾ പോയിക്കൊണ്ട് ഇപ്പോൾ 2-3 സെക്കൻഡേ ആയുള്ളൂ, 200 തവണ കോൾ പോയി കഴിഞ്ഞു. സോ നമ്മൾ ഈ ലൂപ്പിലായിരിക്കും ഇവനെ എക്സിക്യൂട്ട് ചെയ്യുക. സോ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആക്ച്വലി നമുക്കൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഗെയിം കോഡ് തുടങ്ങാം. ഈ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഗെയിം ഓവർ ആകുമ്പോൾ ആക്ച്വലി ഈ അനിമേഷൻ നമുക്ക് നിർത്തണമല്ലോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, ഒരു മെത്തേഡുണ്ട്. അതിൻ്റെ പേര് ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം എന്നാണ്. അതൊക്കെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കിപ്പം ഒരു സ്ക്രിപ്റ്റിൽ തന്നെ ഒരു 2-3 അനിമേഷൻ ഫ്രെയിം വെച്ച്, റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം വെച്ച്, ഇപ്പോൾ എനിക്കിതുപോലെ വേറൊരു ഫംഗ്ഷൻ എഴുതാം.
ദി ഗെയിം എന്ന് പകരം വേറെ എന്തെങ്കിലും ദ ഗെയിം 2 എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം ഓഫ് ദ ഗെയിം 2 എന്നിട്ട് ഇവിടെയും റിക്വസ്റ്റ് അനിമേഷൻ ഫ്രം ദ ഗെയിം 2 വേറെ എന്തെങ്കിലും വർക്ക്സ് എനിക്ക് ഇതിനകത്ത് ചെയ്യാം. സോ പല പല റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം കാണും. സോ അതിനെല്ലാം എനിക്ക് ചിലപ്പോൾ ഒരെണ്ണത്തിന് നിർത്തിയാൽ മതിയായിരിക്കും. ഞാൻ അതിന് എന്ത് ചെയ്യും, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഓരോ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമിനും ഓരോ IDs കാണും, ജനറേറ്റ് ചെയ്യും. സോ ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് ആ ID പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അനിമേഷൻ സ്റ്റോപ്പ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ആ അനിമേഷൻ ID ചുമ്മാ മേളിലൊന്ന് ഡിക്ലെയർ ചെയ്യാം. anim_animation_id എന്ന് ചെയ്തിട്ട് ഈ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം ഇല്ലേ അതിൽ anim_id ഈക്വൽ ടു ഇങ്ങനെ കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ അകത്ത് കൊടുക്കണം, ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഈ ഓരോ പ്രാവശ്യം റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം വർക്ക് ചെയ്യുമ്പം ആ അനിമേഷൻ ഈ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമിൻ്റെ ID ഈ വേരിയബിളിലോട്ട് പോയി സേവ് ആവും. സോ നമുക്ക് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പം മറ്റേ ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം ഓഫ് ഈ ID ഈ anim_id എന്ന് പറഞ്ഞ് പാസ് കൊടുത്താൽ മതി, അത് നിൽക്കും. സോ ഇപ്പം നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പം നമ്മുടെ ലൂപ്പിനകത്ത് 10, 200, 300 പ്രാവശ്യം ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സ്ട്രിങ് കാണിക്കും കൺസോളിൽ. സോ നമുക്കതൊരു ക്യാൻസൽ അനിമേഷൻ ഫ്രം ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ഇങ്ങനെ എഴുതാം jQuery ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അത് എപ്പോൾ വിളിക്കുന്നു എന്ന് നമുക്കിപ്പോൾ നോക്കാം. എന്താ പറയുക, നമ്മുടെ എന്തെങ്കിലും ഇവിടെ ഉള്ള എന്തെങ്കിലും സാധനമുണ്ടോ ഒന്ന് നോക്കിക്കോട്ടെ. സ്കോർ ബട്ടൺ നമ്മളവിടെ വെച്ച് കഴിഞ്ഞു. സ്കോർ ഡോട്ട് ക്ലിക്കിൽ ഒരു ഫംഗ്ഷൻ എഴുതാം. ഫംഗ്ഷൻ സ്കോർ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം വർക്ക് ആ അനിമേഷൻ ക്യാൻസലാണ്. ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം ഓഫ് ഏതിൻ്റെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത്? ഈ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമിൻ്റെ. ഈ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമിൻ്റെ അനിമേഷൻ ID എങ്ങോട്ടായിരിക്കും പാസ്സാകുന്നത്? ഈ വേരിയബിളിലേക്ക്. സോ ആ വേരിയബിൾ എടുത്ത് നമ്മൾ ഇവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കും. നമുക്ക് നിൽക്കുന്നോ ഇല്ലയോ എന്ന് നോക്കാം. ഇത് എപ്പോഴാണ് കോൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ സ്കോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. നമുക്ക് നോക്കാം. ഇൻസ്പെക്റ്റ് കോൾ ചെയ്തു, കൺസോൾ എടുത്തു, എനിക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യുവാണേ. ഇതാ വർക്ക് ചെയ്യുന്നുണ്ട്. സ്കോർ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിന്നു, സംഭവം നിന്നു. മനസ്സിലായല്ലോ ക്യാൻസൽ അനിമേഷൻ ഫ്രെയിമിൻ്റെ വർക്ക് മനസ്സിലായി. ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം വിളിച്ചത് ഈ സ്കോറിൻ്റെ ക്ലിക്കിൽ എന്നുള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും വിളിക്കാം. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം വർക്കായി. വേറെ എവിടെ ക്ലിക്ക് ചെയ്താലും ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള കോൾ കൊടുത്തിട്ടില്ല. ഈ സ്കോർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ക്ലിക്ക് ചെയ്തു സ്റ്റോപ്പായി. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ അല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു? മൾട്ടിപ്പിൾ ടൈംസ് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകാനായിട്ട്. ഓക്കെ. അപ്പോൾ ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം യൂസ് ചെയ്യുന്നത് ആ അനിമേഷനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അപ്പം എല്ലാം വർക്കായി. ഇനി നമുക്ക് നമ്മുടെ ഗെയിം സ്ക്രിപ്റ്റ് തുടങ്ങാം. ഞാൻ നിങ്ങളെ എല്ലാം കാണിച്ചു, ഇതെങ്ങനെയാണ് പോൾ നീക്കേണ്ടത് എന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ലിസ്റ്റിലേക്ക് പോകാം. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മൂവ് ദ പോൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഈ പോൾസിൻ്റെ CSS റൈറ്റ് കൂട്ടി കൊടുക്കുക. ഓക്കെ. നമ്മുടെ സ്ക്രിപ്റ്റിനകത്ത് അത് കൂട്ടി കൊടുക്കാനുള്ള ആ ഒരു ഇതങ്ങെടുക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. നാളെ വായിക്കുമ്പോഴും മനസ്സിലാകണമല്ലോ. നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതുന്നവരെല്ലാം ഇങ്ങനെയാണ് എഴുതേണ്ടത്. കമൻ്റൊക്കെ ചെയ്ത് വൃത്തിയായി നാളെ വേറൊരാൾ കോഡ് നോക്കിയാലും മനസ്സിലാകേണ്ട രീതി. സോ മൂവ് ദ പോൾസ്. ആദ്യം നമുക്ക് പോളിനെ മൂവ് ചെയ്യണം. അതിനെ മൂവ് ചെയ്യണമെങ്കിൽ പോൾ ഇപ്പോൾ ഏത് പൊസിഷനിലുള്ളതാണെന്ന് അറിയണം. ഓരോ പ്രാവശ്യവും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പോൾ ഇപ്പോൾ ഏത് പൊസിഷനാണുള്ളത് എന്നറിയണം. സോ അതിനുവേണ്ടി നമുക്ക് മേളിലൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. var poll_current_position. വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കുക. സോ ഇപ്പോൾ ഉള്ള വേരിയബിൾ ഇപ്പോൾ ഉള്ള പൊസിഷൻ അറിയാനായിട്ട് പോൾ കറണ്ട് പൊസിഷൻ ഈക്വൽ ടു ഇപ്പോൾ ഉള്ള പൊസിഷൻ അറിയുന്നത് എങ്ങനെ? poll.css റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പൊസിഷൻ ഏതാണെന്ന് മനസ്സിലാവും. വേണമെങ്കിൽ ഇതിന് പാഴ്സിൻ്റെ വേണമെങ്കിലല്ല, ഇൻറ്റിജർ പാസിംഗ് എന്നൊരു പരിപാടിയുണ്ട്, അത് ചെയ്യണം. കാരണം ഇല്ല എങ്കിൽ നമുക്ക് ഈ CSS റൈറ്റ് ചിലപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ഇപ്പം 130 px എന്നായിരിക്കും, പിക്സൽസ് കൂടെ എൻ്റെ കൂടെ കയറി വരും. സോ അത് നമുക്ക് വേണ്ട, പിക്സൽ എന്നുള്ള സാധനം വേണ്ട. അതിലുള്ള ഇൻറ്റിജർ വാല്യൂ മാത്രം മതിയെങ്കിൽ പാസിൻ്റെ ഉപയോഗിക്കും.
സോ അത് എപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പം നമുക്ക് എന്താ പറയുക, പോളിൻ്റെ കറണ്ട് പൊസിഷൻ കിട്ടി. ഫസ്റ്റ് തവണ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോൾ പോളിൻ്റെ കറണ്ട് പൊസിഷൻ കിട്ടി. പോളിനെ മൂവ് ചെയ്യണം, എന്ത് ചെയ്യണം, CSS റൈറ്റ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ കൂടെ എത്രയാണെന്ന് വെച്ചാൽ കുറച്ച് പിക്സൽസ് കൂട്ടി കൊടുക്കണം. നോക്കാം. അതിന് നമുക്ക് ഒരു പുതിയ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. വാർ പോൾ അണ്ടർസ്കോർ. വേരിയബിൾസ് എപ്പോഴും യൂസ് ചെയ്യുന്നത്, വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ നമുക്കവിടെ പരിപാടി നടക്കും. എന്നാലും ഏറ്റവും യൂസ് ചെയ്യുക, വേരിയബിൾസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യുക. ന്യൂ പൊസിഷൻ ഈക്വൽ ടു അല്ല, അതിവിടെ വേണ്ട, നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്തു. നമുക്കത് യൂസ് ചെയ്യാം ഇവിടെ. പോൾ ന്യൂ പൊസിഷൻ ഈക്വൽ ടു പോൾ ഇനീഷ്യൽ പൊസിഷൻ, പോൾ കറണ്ട് പൊസിഷൻ പ്ലസ് എന്തെങ്കിലും ഒരു ഇൻറ്റിജർ 5 എന്ന് കൊടുക്കാം. അത് നമ്മളിപ്പോൾ തൽക്കാലം അവിടെ എഴുതണ്ട, നമുക്കിവിടെ എഴുതാം. ഓർ ഈ ഇൻറ്റിജർ വെച്ചായിരിക്കും ആക്ച്വലി ഈ പൊസിഷൻ നമ്മുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓർ ഞാൻ ഇപ്പോൾ തൽക്കാലം അതിന് സ്പീഡ് എന്ന് പേര് കൊടുക്കുവാണ്. സ്പീഡ് ഈക്വൽ ടു ലെറ്റ്സ് നമുക്കൊരു 5 കൊടുക്കാം. എന്നിട്ട് അതിവിടെ വിളിക്കാവേ, സ്പീഡ്. ഓക്കെ. അപ്പം ലൂപ്പ് ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ആകുമ്പോൾ പോളിൻ്റെ കറണ്ട് പൊസിഷൻ എടുക്കും. ന്യൂ പൊസിഷൻ പറഞ്ഞൊരു വേരിയബിളിലേക്ക് പോളിൻ്റെ ആ കറണ്ട് പൊസിഷൻ പ്ലസ് ഒരു 5 കൂട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും, പോളിൻ്റെ CSS റൈറ്റ് കൂടണം. അതെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, കൂട്ടാനുള്ള കോഡ് കൊടുത്തിട്ടില്ല. ഗെറ്റ് ചെയ്തു പോളിൻ്റെ CSS പൊസിഷൻ. ഇനി സെറ്റ് ചെയ്യണം. അതെങ്ങനെ, പോൾ ഡോട്ട് CSS റൈറ്റ് കോമ ഗെറ്റ് ചെയ്യുമ്പം റൈറ്റ് വരെ നമ്മൾ എഴുതൂ. സെറ്റ് ചെയ്യുമ്പം പോൾ ഡോട്ട് CSS റൈറ്റ് ഈക്വൽ ടു പോൾ ന്യൂ പൊസിഷൻ. പരിപാടി കഴിഞ്ഞു. ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പോൾ കറണ്ട് പൊസിഷൻ എത്രയാണെന്ന് എടുത്തു, അതിനെ നമ്മൾ എത്രയോ ഇത് വെച്ച് കൂട്ടി. ഇപ്പം പോളിൻ്റെ പൊസിഷൻ 130 വിചാരിച്ചോ, അതിനൊരു 5 വെച്ച് കൂട്ടി. ഇപ്പോൾ എത്രയായി, 135 എന്നിട്ട് അതിനെ നീക്കി പോൾ ഡോട്ട് CSS റൈറ്റ് കൂട്ടി കൊടുത്തു. അടുത്ത പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ആയപ്പം 135 എന്നുള്ളത് നമ്മൾ വീണ്ടും ഒരു 5 വെച്ച് കൂട്ടി, 140 അങ്ങനെ ലൂപ്പ് എക്സിക്യൂട്ടായി, മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ടായി, പോൾ നീങ്ങി പോകും. നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ. റിഫ്രഷ് ചെയ്യാണ്. യെസ്, പോൾ ഇതാ നല്ല സ്പീഡിൽ തന്നെ മൂവ് ചെയ്ത് വരുന്നു. കഴിഞ്ഞു, പോൾ പോയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് മേക്ക് ദ പോൾസ് റീഅപ്പിയർ വെൻ ഇറ്റ് ഗോ ഔട്ട് ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അവനെ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, അപ്പം അതെവിടെയാണ് ചെയ്യേണ്ടത്, പോളിൻ്റെ കറണ്ട് പൊസിഷൻ എടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യണം അവൻ വെളിയിൽ പോയോന്ന്. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പോളിൻ്റെ റൈറ്റ്, അതാണ് പോളിൻ്റെ കറണ്ട് പൊസിഷനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കണ്ടെയ്നറിൻ്റെ വിഡ്ത്തിനേക്കാൾ കൂടുതലാണോ എന്ന് നോക്കണം. കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് കൂടുതലാണോ നോക്കുന്നത്, വിഡ്ത്ത് ദേ കിടക്കുന്നത്. അപ്പോൾ നോക്കുക, പോൾ കറണ്ട് പൊസിഷൻ ഗ്രേറ്റർ ദാൻ കണ്ടെയ്നർ വിഡ്ത്ത് ആണോ നോക്കി. ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പോളിൻ്റെ കറണ്ട് പൊസിഷൻ എന്താക്കും. ഞാൻ പറഞ്ഞു, കണ്ടെയ്നറിൻ്റെ വിഡ്ത്തിനെക്കാട്ടി പോളിൻ്റെ പൊസിഷൻ കൂടിക്കഴിഞ്ഞാൽ പോളിൻ്റെ കറണ്ട് പൊസിഷൻ പിടിച്ച് പോളിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ആക്കും. ഇപ്പം മനസ്സിലായോ പോളിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്തുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു എന്ന്. ഓക്കെ, അപ്പം നമ്മളത് പോളിൻ്റെ കറണ്ട് പൊസിഷൻ പിടിച്ച് ആ വേരിയബിളിൽ പോൾ ഇനീഷ്യൽ പൊസിഷൻ കൊടുക്കും. ഇനീഷ്യൽ പൊസിഷൻ കൊടുത്തു. ഈ ലൂപ്പ് കഴിഞ്ഞു, താഴത്ത് എക്സിക്യൂട്ട് ചെയ്തു. പോൾ ന്യൂ പൊസിഷൻ ഈക്വൽ ടു പോൾ കറണ്ട് പൊസിഷൻ പ്ലസ് സ്പീഡായി. ഇപ്പം പോളിൻ്റെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എത്രയായി, ഒരു 400, ഫോർ എക്സാമ്പിൾ 480 വെച്ചാൽ കണ്ടോൻ്റെ ഹൈറ്റ്. ഇതിനെക്കാട്ടി കൂടി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് 481 1 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പോളിൻ്റെ കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് പോളിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ സേവ് ചെയ്യണം. പോളിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ -150, അത് ഇവിടെ വരും. പോളിൻ്റെ ന്യൂ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പോൾ കറണ്ട് പൊസിഷൻ -150 പ്ലസ് 5, അതിനെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യിക്കും. അപ്പോൾ എന്താവും, വീണ്ടും അദ്ദേഹം ഏകദേശം ഈ ഒരു സ്ഥലത്ത് ആവും. നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ. ഓക്കെ, പോൾ പോയി. കണ്ടെയ്നറിൻ്റെ വിഡ്ത്തിനെക്കാട്ടി പൊസിഷൻ കൂടിയിട്ടില്ല, തിരിച്ചു വന്നു. വീണ്ടും പോയി, കണ്ടെയ്നറിൻ്റെ പൊസിഷനെക്കാട്ടി കൂടുതലാണെന്ന് നോക്കി തിരിച്ചു വന്നു. ആ ഇഫ് കണ്ടീഷൻ എങ്ങനെ എക്സിക്യൂട്ട് ആണെന്ന് നോക്കണ്ടേ. എപ്പോൾ, ഇപ്പോൾ മനസ്സിലാക്കി തരാം. console.log പോൾ കണ്ടെയ്നറിൻ്റെ പുറത്ത്
പോയി. കൺസോൾ എടുത്ത് നമുക്ക് നോക്കാം. ഇൻസ്പെക്ട് ചെയ്യുക, കൺസോൾ എടുക്കുക, റിഫ്രഷ് ചെയ്യുക. ഇതുവരെ ആ കൺസോൾ പുറത്ത് പോയി വന്നിട്ടില്ല, നോക്കിക്കോളൂ. പുറത്ത് പോയി, ഇതാ വന്നു, വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും പുറത്ത് പോയി. കണ്ട, 2 ടൈംസ് എക്സിക്യൂട്ടായി, 3 ടൈം എക്സിക്യൂട്ടായി. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ എപ്പോഴാണ് അത് എക്സിക്യൂട്ട് ആകുന്നതെന്ന്. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അപ്പം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. മൂന്നാമത്തത് ചേഞ്ച് ദ പോൾ സ്പീഡ് ബിഫോർ ഇറ്റ് റീഅപ്പിയർ. ഓക്കെ, അപ്പം റീഅപ്പിയർ ചെയ്യുന്നത് എവിടെ? ഇവിടെ. അപ്പം എപ്പോഴാണ് നമുക്ക് സ്പീഡ് മാറ്റേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ പാസ് ചെയ്ത് കഴിഞ്ഞു, ഇവിടെ കൊണ്ട് വെച്ചു. റീഅപ്പിയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, പാസ് ചെയ്ത് കഴിഞ്ഞ് റീഅപ്പിയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മാറ്റണം. അത് മാറ്റാൻ നമുക്ക് അത് ഇതിനകത്ത് തന്നെ ആക്കി എഴുതിയിരിക്കുന്നത്. പുറത്തു പോയതിന് ശേഷം സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് കമൻ്റ് നമുക്ക് എഴുതാം. ചേഞ്ച് ദ പോൾ സ്പീഡ് ബിഫോർ ഇറ്റ് റീഅപ്പിയർ. സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സ്പീഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഒരു വേരിയബിൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ 5 എന്ന് ഡയറക്റ്റ് ഇവിടെ എഴുതിയിരുന്നെങ്കിൽ ഈ സ്പീഡ് ഇനി കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടേനെ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്പീഡ് എന്ന് പറഞ്ഞ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതങ്ങ് കൂട്ടി കൊടുക്കും. അത്ര മാത്രമേ നമ്മൾ ചെയ്യൂ. ചേഞ്ച് ദ പോൾ സ്പീഡ് ബിഫോർ ഇറ്റ് റീഅപ്പിയർ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നുമില്ല, സ്പീഡ് ഈക്വൽ ടു സ്പീഡ് +1. സ്പീഡ് കൂടും ഓരോ പ്രാവശ്യവും. കണ്ടെയ്നർ വിഡ്ത്തിനെക്കാട്ടി കൂടുന്ന സമയത്ത് സ്പീഡ് കൂട്ടി, ഫോണിലെ കറണ്ട് പൊസിഷൻ മാറ്റി, വീണ്ടും അതിനെ റീഅപ്പിയർ ചെയ്യിപ്പിച്ചു. അപ്പോൾ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ സ്പീഡിലേക്ക്, ഈ സ്പീഡ് 5 ആണ് കിടക്കുന്നത്, ഇവിടത്തേക്ക് ആ സ്പീഡ് നമ്മൾ കൊണ്ട് കാണിക്കണം. അതുകൂടെ ചെയ്തേക്കാം. അതേതാ സ്ഥലം? സ്പീഡ് സ്പാൻ. ഓക്കെ, സ്പീഡ് സ്പാൻ ഡോട്ട് ടെക്സ്റ്റ് എന്താക്കും? സ്പീഡ്. ഈ സ്പീഡ് എത്രയാണോ അതവിടെ കാണിക്കും. ഇതാ ഞാൻ റിഫ്രഷ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സ്പീഡ് 5, 6. ഈ ടെക്സ്റ്റ് മാത്രമല്ല, പോളിൻ്റെ സ്പീഡും മാറുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാ ഇപ്പോൾ കൂടി. ഓക്കെ, അപ്പോൾ അത് വർക്കിംഗ് ആണ്. പോളിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്, സ്മൂത്തായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്തു. നമുക്കത് ചെയ്യാം. അപ്പോൾ സ്പീഡ് കൂട്ടി. അടുത്തത് ചേഞ്ച് ദ പോൾസ് ഹൈറ്റ് ബിഫോർ ഇറ്റ് റീഅപ്പിയർ. അതെവിടെ ചെയ്യും? എപ്പോഴാണ് ചെയ്യുന്നത്? ബിഫോർ ഇറ്റ് റീഅപ്പിയർ. ഈ സെയിം സ്ഥലത്ത് തന്നെ, ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനുള്ള കോഡ് കൂടെ അങ്ങ് എഴുതി കൊടുക്കുക. സ്പീഡ് കൂട്ടി അതിന് തൊട്ട് മുമ്പായിട്ടോ അതിന് ശേഷമോ എവിടെയെങ്കിലും നമുക്ക് എഴുതാം. നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ അങ്ങ് എഴുതാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് ഞാൻ പറഞ്ഞു, 1നും 100നും ഇടയ്ക്കുള്ള റാൻഡം നമ്പറോ 1നും 200നും ഇടയ്ക്കുള്ള റാൻഡം നമ്പറോ ജനറേറ്റ് ചെയ്യുക. അതിന് നമുക്ക് ഒരു പുതിയ ഇൻറ്റിജർ ആവശ്യമായിട്ട് വരും. var new_height. കുറച്ചുകൂടെ മീനിങ് ആകാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം. പോളിൻ്റെ ന്യൂ ഹൈറ്റ് അല്ലേ, Pol_new_height എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ അതിന് എന്ത് വേണം? ന്യൂ ഹൈറ്റ് ഈക്വൽ ടു ഇൻറ്റിജർ പാസ് ചെയ്തു. എന്തിനെ? റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുക. 1നും 100നും ഇടയ്ക്കുള്ള. അതിങ്ങനെയാണ് മാത്ത്. നിങ്ങൾക്ക് സംശയമുള്ള ഫങ്ഷൻസൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. math.random say 100. അപ്പോൾ 1നും 100നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ കിട്ടും, ഒരു റാൻഡം നമ്പർ കിട്ടും. 1നും 100നും ഇടയ്ക്കുള്ളത് കൊടുക്കുന്നത് ഒരുപാട്, ഞാൻ ഒരു ബെസ്റ്റ് വെറുതെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 1നും 200ഉം 300ഉം ഒക്കെ ആകാം. പിന്നെ അതുമായിട്ട് ആ നമ്മുടെ എന്താ പറയുക, കണ്ടെയ്നറും ആ പോളുമായിട്ട് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ആകണം. അതുകൂടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, പോൾ ന്യൂ ഹൈറ്റ് എന്ത് കൊടുത്തു? പാസ് ഇൻറ്റ് ഓഫ് math.random into 100. അപ്പോൾ എന്തായി? പോൾ ന്യൂ ഹൈറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഏതോ ഒരു റാൻഡം നമ്പർ സേവ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ ഹൈറ്റ് ഓരോ പ്രാവശ്യവും സെറ്റ് ചെയ്യണം. അതെങ്ങനെ സെറ്റ് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോൾ 1ൻ്റെ ഹൈറ്റും പോൾ 2ൻ്റെ ഹൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെ നോക്കാം. പോൾ 1.css ഹൈറ്റ് സെറ്റ് ചെയ്യുവാണ്. എന്താകും? പോൾ ഇനീഷ്യൽ ഹൈറ്റ് പ്ലസ് ന്യൂ ഹൈറ്റ്, പോൾ ന്യൂ ഹൈറ്റ്. അത് തന്നെ. ഓക്കെ,
പോൾ 1ൻ്റെ ഹൈറ്റ് പോൾ ഇനീഷ്യൽ ഹൈറ്റുമായിട്ട് കൂട്ടി. ഇനി പോൾ 2ൻ്റെ ഹൈറ്റ് ഇനീഷ്യൽ ഹൈറ്റുമായിട്ട് കുറച്ചു. ഏത്? ഈ ന്യൂ ഹൈറ്റ്. ഈ രണ്ടും സെയിം ആയിരിക്കും ഓരോ ലൂപ്പിലും. ഇപ്പോൾ ഇതിന് 100 കൂടിയെങ്കിൽ ഇതിന് 100 കുറയ്ക്കണം, ഇതിന് 50 കൂടിയെങ്കിൽ ഇതിന് 50 കുറയ്ക്കണം. എങ്കിലേ നടുക്കുള്ള സ്പേസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം. ഇതാ ഇവിടെയാണ് ഹൈറ്റ്. ഞാൻ മൗസ് മാറ്റുന്നില്ല. രണ്ടാമത്തെ ഹൈറ്റ് മാറിയുണ്ടോ? ഹൈറ്റ് മാറിയുണ്ടോ? ഓക്കെ. അപ്പം പരിപാടി കഴിഞ്ഞു. ഹൈറ്റ് ഡൈനാമിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ഇപ്പം നമുക്ക് ചെറിയതായിട്ട് മാറിയാൽ മതി. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയതുകൊണ്ട് ഹൈറ്റ് മാറുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഹൈറ്റൊക്കെ കഴിഞ്ഞു. പോളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ബേർഡിനെ താഴത്തേക്ക് മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കോഡും ഇതിനകത്താണ് വരുന്നത്. ഏത്? നമ്മുടെ ഗെയിം ഫംഗ്ഷനകത്താണ് വരുന്നത്. പക്ഷേ മൂവ് ദ ബേർഡ് അപ്പ് വെൻ ദ സ്പേസ് കീസ് പ്രസ്ഡ് എന്നുള്ള സാധനം അത് നമ്മുടെ ഇതിനകത്തല്ല വരുന്നത്. അത് നമ്മുടെ ഫംഗ്ഷനും പുറത്തായിട്ട് സ്പേസ് കീ എഴുതാനുള്ളൊരു ഫംഗ്ഷൻ, കീ പ്രസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതിയിട്ട് അവിടെ ആയിരിക്കും പക്ഷിയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് നമുക്ക് പക്ഷിയെ താഴത്തേക്ക് കൊണ്ടുവരാനുള്ള സ്ക്രിപ്റ്റ് എഴുതാം. അതിപ്പോൾ എവിടെ എഴുതും? അത് ഇതിനകത്ത് എവിടെ വേണമെങ്കിലും എഴുതാം. പോൾ മൂവ് ചെയ്യുന്നതിന് മുമ്പോ മൂവ് ചെയ്യുന്നതിന് ശേഷമോ എന്ത് വേണമെങ്കിലും എഴുതാം. നമുക്ക് ആദ്യം കോപ്പി ചെയ്തു. മൂവ് ദ ബേർഡ് ഡൗൺ. ഓക്കെ, അതിന് നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു പുതിയ ഫംഗ്ഷൻ എഴുതാം. മൂവ് അണ്ടർസ്കോർ ബേർഡ് അണ്ടർസ്കോർ ഡൗൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ്. ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, നമുക്ക് പോയി ഡിഫൈൻ ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും താഴത്തായിട്ട് ഗെയിമിൻ്റെ കോഡ് തന്നെയാണ്, എന്നാലും നമുക്ക് അതർ ഫങ്ഷൻസ് എന്നൊരു കമൻറ്റ് കൊടുത്തിട്ട് അതിന് താഴത്തോട്ട് എഴുതാം. ഫങ്ഷൻ മൂവ് ബേർഡ് ഡൗൺ. ആ ഫങ്ഷൻ എന്താ ചെയ്യുന്നത്? ഫങ്ഷൻ മൂവ് ബേർഡ് ഡൗൺ, ബേർഡിനെ താഴത്തേക്ക് കൊണ്ടുവരിക. അതെവിടാണ് വിളിക്കുന്നത്? ഈ ഗെയിമിനകത്ത് തന്നെ വിളിക്കും. ആ ഫംഗ്ഷൻ നമ്മൾ പുറത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഇവിടെ തന്നെ എഴുതി അതിനകത്ത് കോഡ് കൊടുക്കുന്നതിനെ വെച്ചിട്ട് വൃത്തിയാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബേർഡിനെ താഴത്തോട്ട് മാറ്റണമെങ്കിൽ ബേർഡിൻ്റെ ടോപ്പ് വെച്ച് ടോപ്പ് അങ്ങ് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് ചെയ്യാം. അതിന് എന്താ ചെയ്യേണ്ടത്? ബേർഡിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എടുക്കുക. അതിന് ശേഷം ആ പൊസിഷൻ അങ്ങ് ഒരു എത്രയെങ്കിലും പിക്സൽ വെച്ച് കൂട്ടിയാൻ കൊടുക്കുക. നമ്മുടെ പോൾ നീക്കുന്ന പോലെ തന്നെ. പോളിൻ്റെ റൈറ്റ് ആണ് നീക്കുന്നതെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ഓർ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യാം. ബേർഡ് കറൻറ്റ് അണ്ടർസ്കോർ പൊസിഷൻ. ഓക്കെ, ബേർഡ് കറൻറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പൊസിഷൻ എടുക്കാം. ബേർഡ് ഡോട്ട് CSS നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു, നമ്മൾ ടോപ്പാണ് ബേർഡിൻ്റെ എടുക്കുന്നത്. മോളിൽ താഴത്തേക്കാണ് വരേണ്ടത്. ഒരു പാഴ്സിൻ്റെ കൊടുത്തിട്ടില്ല, നമുക്കത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ബേർഡിൻ്റെ കറൻറ്റ് പൊസിഷൻ കിട്ടി. ഇനി അവനെ ഗെറ്റ് ചെയ്തു. ബേർഡിൻ്റെ കറൻറ്റ് പൊസിഷൻ ഗെറ്റ് ചെയ്തു. ഇനി സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ബേർഡ് ഡോട്ട് CSS ടോപ്പ് ബേർഡ് കറൻറ്റ് പൊസിഷൻ പ്ലസ് ഒരു എന്താ പറയുക, ഒരു 3 പിക്സൽ വെച്ച് കൊടുത്തു നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ നമ്മുടെ ലൂപ്പിൽ കയറി ഈ ഫംഗ്ഷൻ കോളാകുമ്പം ഈ ഫംഗ്ഷനകത്ത് എന്തു എഴുതിയിരിക്കുന്നത്? കറൻറ്റ് പൊസിഷൻ എടുക്കുക, അതിലെ വെച്ച് 3 കൂട്ടി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അവൻ താഴോട്ട് വരണം. യെസ്, താഴേക്ക് വരുന്നു. താഴേക്ക് പോയി പോകുന്നു. നമുക്ക് ഇനി അവനെ മേളിലേക്ക് കൊണ്ടുവരാനുള്ള കോഡ് എഴുതാം. ഞാൻ പറഞ്ഞു, മേളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ സ്പേസ് ബാറിൻ്റെ ക്ലിക്കിലായിരിക്കും എടുക്കുക. ഇപ്പോൾ സ്പേസ് ബാറിനൊരു കീ ID ഉണ്ട്. 32 ആണ് അതിൻ്റെ ID. നമുക്ക് ആ സ്പേസ് ബാറിൻ്റെ ക്ലിക്കിൽ അവനെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള കോഡ് എഴുതാം. അപ്പം അതിങ്ങനെ എഴുതുന്ന
സ്പേസ് ബാർ എവിടെ ക്ലിക്ക് ചെയ്താലും മതി. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ഓൺ ക്ലിക്ക്, ഡോക്യുമെൻറ്റിൽ എവിടെയെങ്കിലും ക്ലിക്കല്ല സോറി, സ്പേസ് ബാറിൻ്റെ കീ ഡൗൺ. ക്ലിക്ക് മൗസിൻ്റെ ക്ലിക്കാണ്, അത് മറന്നുപോയി. കീ ഡൗൺ ഫങ്ഷനിൽ ഒരു ഇവൻറ്റ് പാസ് ചെയ്യണം. ഏത് കീ അമർത്തിയാലും നമുക്ക് വേണ്ട, നമുക്ക് അമർത്തിയ കീ ഇത് തന്നെയാണോ എന്ന് അറിയണം. ഏതാ? സ്പേസ് ബാർ. അപ്പം കീ ഈക്വൽ ടു ആ ഇവൻറ്റിൽ പ്രസ്സായ കീ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കോഡാണ് ഈ ഡോട്ട് കീ കോഡ്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. പ്രസ് ചെയ്ത കീയുടെ കോഡ് 32 ആണെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ പക്ഷിയെ മുകളിലേക്ക് കൊണ്ടുപോകണം. പക്ഷിയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ എന്തു ചെയ്യണം? പക്ഷിയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം? ബേർഡിൻ്റെ ടോപ്പ് കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ബേർഡ് മുകളിലേക്ക് പോകും. സോ അത് നമ്മൾ ടോപ്പ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കുക, നമ്മൾ ഇതിൻ്റെ വെളിയിലാണ്, നമ്മുടെ സെറ്റ് ഇൻ്റർവൽ ഫംഗ്ഷൻ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമിൻ്റെ വെളിയിലാണ്. സോ നമുക്ക് കസ്റ്റമായിട്ട് ഒരു റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം എഴുതേണ്ടി വരും. സോ ഒരു bird underscore go underscore up equal to request animation frame. ഈ bird go up എന്ന് ഓക്കെ, റിക്വസ്റ്റ് ബാക്കിയൊക്കെ നമുക്കപ്പോൾ നോക്കാം. റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം ഓഫ്, നമ്മൾ ഫംഗ്ഷൻ എഴുതിയിട്ടില്ല. മൂവ് ബേർഡ് ഡൗൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ എഴുതാൻ പോവുകയാണ്, എഴുതിയിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തില്ല, സോറി. വാർ ഡൗൺ അതൊക്കെ ഒരു ഫോൾസ് എന്ന് നമുക്ക് കൊടുക്കാം. അത് എന്താ കൊണ്ട് കൊടുത്തു എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ വാട്ട് ഗോ, ഇപ്പം അതായത് നമ്മുടെ ഗെയിം തുടങ്ങുമ്പോഴത്തേക്ക് ബേർഡ് ഗോ അപ്പ് ഫോൾസ് ആയിരിക്കും. എപ്പോൾ അവൻ സ്പേസിൽ പ്രസ് ചെയ്യുന്നു, അപ്പോൾ ബേർഡ് ഗോ അപ്പിൻ്റെ വാല്യൂ ഫോൾസിൽ നിന്നും മാറി ഈ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമിൻ്റെ ID ഇങ്ങോട്ട് അസൈൻ ആവും. അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്കിത് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ആക്ച്വലി ഇതിൻ്റെ കോപ്പി ആയിട്ട് നമുക്ക് എടുക്കാം. മൂവ് ബേർഡ് ഡൗൺ അല്ല, സോറി, മൂവ് ബേർഡ് അപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനായിരുന്നു. ചെറിയൊരു അബദ്ധം പറ്റിയത്. ബേർഡിൻ്റെ കറണ്ട് പൊസിഷൻ എടുത്തു, CSS ടോപ്പ് എടുത്തു. എന്ത് ചെയ്യണം? ഇത് മൈനസ് ചെയ്താൽ മതി. ബേർഡിൻ്റെ ടോപ്പ് മൈനസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ 20 19 ആക്കിയാൽ അവൻ വീണ്ടും വീണ്ടും മുകളിലോട്ട് കയറിപ്പോകും. സോ ഇത്രയും ചെയ്തു. അത് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോറി, ഇത് എൻ്റെ പഴയ ഗെയിമാണ്. ഓക്കെ, സ്പേസ് അടിച്ചു, വർക്കാവുന്നില്ല. എന്തുകൊണ്ട് വർക്കാവുന്നില്ല? ക്ലോസ് ചെയ്തു. നമ്മൾ ഇതിനെ വീണ്ടും റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമാണ്, മറക്കരുത്. അതിനെ വീണ്ടും നമ്മളിവിടെ വിളിച്ചിട്ടില്ല. അത് തന്നെയാണോ നോക്കാം. യെസ്, അവൻ തിരിച്ചു പോയ കണ്ടല്ലോ. എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല എന്ന് ചോദിക്കരുത്. അത് നമ്മൾ കോഡ് എഴുതിയിട്ടില്ല. അതിനുള്ള നമ്മൾ ഗെയിം തുടങ്ങുമ്പോൾ മൂവ് ബേർഡ് ഡൗൺ എന്ന് പറഞ്ഞൊരു കോൾ ചെയ്തു. അതിലെന്ത് സംഭവിച്ചു? ആ ബേർഡ് താഴത്തോട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു സ്പേസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബേർഡ് ഗോ അപ്പ് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം അവനെ മുകളിലോട്ട് കയറാനുള്ള ഇത് വിട്ടു. പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഇത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഡോക്യുമെൻറ്റ് ഡോട്ട് ഓൺ സ്പേസ് ബാർ വിടുമ്പോൾ, സ്പേസ് ബാർ അവൻ റിലീസ് ചെയ്യുമ്പോൾ, കീ അപ്പാകുമ്പോൾ നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള കോഡ് എഴുതാം. ഓൺ കീ അപ്പ്, കീ അപ്പിൽ നമുക്ക് എന്തോ ചെയ്യേണ്ടേ? ഈ ഡോട്ട് കീ കോഡ് എടുത്തു, സ്പേസ് ബാർ ആണോ എന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്തു. എന്തുവാണ് ചെയ്യേണ്ടത്? മുകളിലോട്ട് പോകാനുള്ള ഇത് എഴുതി. അതിന് ആ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമിന് ക്യാൻസൽ ചെയ്താൽ പോരെ, താഴോട്ട് വന്നോളൂല്ലോ. നോക്കാം. ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം ഓഫ്. ഞാൻ നിങ്ങളുടെ കൂടെ പഠിച്ച് ചെയ്യുകയാണെന്ന് കരുതുക. ഞാൻ ആദ്യം ഈ ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായ സ്റ്റെപ്പ് എനിക്ക് റീജനറേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും അത് മനസ്സിലാവൂ. അല്ല എനിക്ക് കുറേ കാര്യങ്ങൾ തെറ്റുപറ്റി മനസ്സിലായി,
അത് ഞാൻ ഡയറക്റ്റ് എടുത്ത് കാണിച്ചു തന്നെ അതൊന്നും കാണിക്കാതെ ഡയറക്റ്റ് എനിക്ക് ഏറ്റവും അവസാനം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് കോഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പോയ വഴിയിൽ തന്നെ നിങ്ങളെയും കൊണ്ടുപോകുന്നത്. സോ ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം ഓഫ് ഏതാ ഐഡിയ ഏതാ ബേർഡ് ഗോ അപ്പ് അല്ലേ, ഇതല്ലേ? യെസ്, അതെ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ താഴോട്ട് വരുമ്പോൾ നോക്കാം. സ്പേസ് അമർത്തി മുകളിലോട്ട് പോയി. പക്ഷേ മുകളിലോട്ട് പോയി എന്താ പറയുക, കീ കോഡ് 32 ആണ്, ക്യാൻസൽ അനിമേഷൻ ബേർഡ് ഗോ അപ്പായി. എന്നിട്ടും അവൻ താഴേക്ക് വന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ കീ പ്രസ്സിൽ ഇതിനെ കീ ഡൗണിൽ ഈ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമിനെ വിളിക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം വിളിക്കുന്നുണ്ട്, അവൻ പോയി ഇവ വിളിക്കും, വീണ്ടും കീ വിട്ടു, വീണ്ടും ഈ കീ ഡൗൺ കോളായിക്കൊണ്ടേയിരിക്കും. സോ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം അതിൻ്റെ പുറത്തിങ്ങനെ വർക്ക് ചെയ്ത് റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കും. നമുക്കതല്ല വേണ്ടത്. അവൻ അവൻ കീ പ്രസ് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം വർക്കാണ്. നമ്മുടെ ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം എന്തുകൊണ്ട് വർക്കാകുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് വീണ്ടും ഈ കോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ അതിനൊരു ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവനെ തടഞ്ഞിടണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഫോൾസ് ഇവിടെ ഗോ അപ്പ് ഫോൾസ് ചെയ്തിട്ടുണ്ടല്ലേ, ബേർഡ് ഗോ അപ്പ് ഫോൾസ്, അതിനെ നമുക്ക് റീയൂസ് ചെയ്യേണ്ടി വരും. എവിടെ? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബേർഡ് ഗോ അപ്പ് എന്താക്കും, നമ്മൾ വീണ്ടും ഫോൾസ് ആക്കണം. ഈ ബേർഡ് ഗോ അപ്പ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ബേർഡ് ഗോ അപ്പ് ഫോൾസ് ആയിരിക്കും ആദ്യം, അതിനുശേഷം അവൻ കീ പ്രസ് ചെയ്യുമ്പോൾ ബേർഡ് ഗോ അപ്പ് നമ്മൾ എന്താകും, ഈ അനിമേഷൻ ഫ്രെയിമിൻ്റെ ID ഇങ്ങോട്ട് സേവ് ആകും. ഇനി ക്യാൻസൽ അനിമേഷൻ സ്പേസ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്യാൻസൽ അനിമേഷൻ ഫ്രെയിം വർക്കായി, പക്ഷേ ബേർഡ് ഗോ അപ്പിൻ്റെ വാല്യൂ നമ്മൾ ഫോൾസ് ആക്കിയിട്ടില്ല. ഫോൾസ് ആക്കിയാൽ മാത്രമേ ഈ അനിമേഷൻ ID അവിടുന്ന് പോയതിന് ശേഷം ഫോൾസ് സെറ്റാവും. ഫോൾസ് സെറ്റായി, ഓക്കെ, ബേർഡ് ഗോ അപ്പ് ഫോൾസ് ആയി. വല്ല പ്രത്യേകിച്ച് ചേഞ്ചസ് വല്ലതും ഉണ്ടോ നോക്കാം. ഇല്ല അല്ലേ? അതെന്താ? ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. യെസ്, ഗെയിം കറക്റ്റായിട്ട് റൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് തുറന്നിടാൻ അനുവാദമുള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റക്കാവും. ഓക്കെ, ഗോ അപ്പ് ഞാൻ ഫോൾസ് ആക്കി. ഇനി ചെക്ക് ചെയ്യണം എനിക്ക്. ഞാൻ പറഞ്ഞു കൊടുക്കുക ഗോ അപ്പ് ഫോൾസ്. ഒരു മിനിറ്റ്, ഇവിടെ കീ പ്രസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ബേർഡ് ഗോ അപ്പ് ഫോൾസ് ആണെങ്കിൽ മാത്രം കീ ഡൗണിൽ, അതായത് സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോൾ സ്പേസ് കീ ആണോ നോക്കി ബേർഡ് ഗോ അപ്പ് ഫോൾസ് ആണെങ്കിൽ മാത്രം ഈ റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിം വർക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വർക്ക് ആകണ്ട. ഇതിനുള്ള ചേഞ്ച് നോക്കാം. ഇപ്പോൾ ആളവിടെ നിന്നു, കണ്ടോ? ഞാൻ സ്പേസ് കീ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, റിലീസ് ചെയ്യാൻ പോവുക, വീണ്ടും താഴോട്ട് പോവുക. അപ്പം മനസ്സിലായി മുകളിലോട്ട് പോകുന്നില്ല. അപ്പോൾ മുകളിലോട്ട് പോകാനുള്ള കോഡിലൊരു അടി കിട്ടി. അതായത് ഇനി മുകളിലോട്ട് പോവില്ല. ഇനി മുകളിലോട്ട് പോകണ്ടേ നമുക്ക്? അതിനെന്ത് ചെയ്യും? നമ്മളൊരു കൊച്ചു ചെക്ക് കൂടെ ചെയ്യും. ഇതാ ഇവിടെ നമ്മൾ പറയും ഇഫ് ഗോ അപ്പ് ഈക്വൽ ടു ഫോൾസ് ആണെങ്കിൽ മാത്രം ബേർഡിനെ താഴത്തോട്ട് വിട്ടാൽ മതി. ബേർഡ് മുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മാത്രം ബേർഡിനെ താഴത്തോട്ട് വിട്ടാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പരിപാടി കഴിഞ്ഞു. കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇത്. ആക്ച്വലി നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ലോജിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. എനിക്കിപ്പോൾ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ മാത്രമേ പറ്റൂ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. ഇത് ഞാനും പഠിച്ചു വരുന്ന സമയത്ത് ഇങ്ങനൊരു ഫ്ലാഗ് സെറ്റ് ചെയ്യണമെന്നറിയാതെ ചെയ്ത് വർക്ക് ചെയ്തതാണ്. പിന്നെ മനസ്സിലായി. ഞാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഫ്ലാഗ് സെറ്റ് ചെയ്യണം. ഫ്ലാഗ് സെറ്റ് ചെയ്താലേ ഇത് വർക്കാവും. നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുവാണല്ലോ മെഷീൻ ഇതെങ്ങനെ വർക്ക് ചെയ്യണം. സോ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. സോ നമ്മളിവിടെ സെറ്റ് ചെയ്തു.
ഗോ അപ്പ് ഫോൾസ് ആകുമ്പോൾ മാത്രമേ ബേർഡിനെ താഴത്തോട്ട് വിടാവൂ. ഈ ബേർഡ് ഗോ അപ്പ് ഫോൾസ് ആകുന്നത് എപ്പോഴാണ്? തുടക്കത്തിൽ ബേർഡ് ഗോ അപ്പ് ഫോൾസാ, അപ്പോൾ അവൻ താഴോട്ട് പോയിക്കോട്ടെ. എപ്പോൾ നമ്മൾ ഈ ഫോൾസ് മാറ്റുന്നു, സ്പേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബേർഡ് ഗോ അപ്പ് ഫോൾസിൽ നിന്നും അതിൻ്റെ വാല്യൂ മാറി റിക്വസ്റ്റ് അനിമേഷൻ ഫ്രെയിമിൻ്റെ ഐഡിയ ആയി. അങ്ങനെ പോയി. അപ്പോൾ അവൻ താഴോട്ട് വരാൻ പാടില്ല എന്ന് മാറി. ഇപ്പോൾ ഫോൾസ് അല്ലല്ലോ, അപ്പോൾ അവൻ താഴോട്ട് വരത്തില്ല, മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഈ കീ അപ്പാവുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ആ അനിമേഷൻ ഫ്രെയിം ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം ബേർഡ് ഗോ അപ്പിൻ്റെ വാല്യൂ അങ്ങ് മാറ്റിക്കൊടുത്ത് എന്താ പറയുക, ഫോൾസ് ആക്കുക. അപ്പം അടുത്ത പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആകും, നമ്മുടെ ഗെയിം ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോൾ നോക്കുമ്പോൾ വീണ്ടും ഗോ അപ്പ് ഫോൾസ് ആയി, ഇനി മേളിലോട്ട് പോകാനുള്ള കമാൻഡ് കിട്ടി, ഇനി അവനെ വീണ്ടും മേളിലേക്ക് കൊടുക്കാം. അങ്ങനെയാണ് ഇത് വർക്കാകുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു, മുകളിലോട്ട് താഴോട്ട് പോകുന്നതിൻ്റെ അത്രയും സ്പീഡ് മുകളിലോട്ട് പോകുന്ന അത്രയും കിട്ടുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 താഴോട്ട് വരുമ്പോൾ 3 കൊടുക്കുന്നതും മുകളിലോട്ട് വരുമ്പോൾ 3 കൊടുക്കുന്നതും സെയിം ആകത്തില്ല. അതുകൊണ്ട് നമുക്കതൊരു മുകളിലോട്ട് പോകുമ്പോൾ ഒരു -5 കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മുകളിലോട്ട് പോകുന്നതിനൊരു ഒരു നല്ലൊരു സ്പീഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്പേസ് കീ പ്രസ് ചെയ്യുമ്പം എന്താ പറയുക, ബേർഡിനെ മുകളിലോട്ട് പോകാനുള്ള സ്ക്രിപ്റ്റ് എഴുതി അതിനെ റിലീസ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ഇത് ഓൾറെഡി അത് ക്ലിക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി അത് മൂന്നാമതായിട്ട് എഴുതണമായിരുന്നു, ഞാനത് എഴുതിയില്ല. ഓക്കെ, സെക്കൻഡ് പാർട്ടിൻ്റെ അവസാനമായിട്ട് ഇത് കാണണം. ബിക്കോസ് നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ 4 മിനിറ്റ് 46 മിനിറ്റായി. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ തേർഡ് പാർട്ടിൽ കാണിക്കാം. നമ്മൾ തേർഡ് പാർട്ടിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം. സ്കോർ കൂട്ടുന്നത് എങ്ങനെ, സ്കോർ കൂട്ടും, പിന്നെ ഗെയിം ഓവർ കണ്ടീഷൻസും എഴുതും, പിന്നെ ഗെയിം ഓവർ ആകുമ്പോൾ ഈ റീസ്റ്റാർട്ട് ബട്ടൻ്റെ താഴത്തോട്ടും കൊണ്ടുവരണം. ഇത് ഗെയിമിലെ പോലെ തന്നെ. സ്കോർ കൂടുന്നത് നമ്മൾ ചെയ്തിട്ടില്ല. ഇതായിരിക്കും ഈ ബേർഡ് സക്സസ്ഫുള്ളായിട്ട് ഇതിനെ ഒരു പ്രാവശ്യം പാസ് ചെയ്ത് കഴിയുമ്പോൾ ബേർഡ് ഇത് കൂടും, സ്കോർ കൂടും. അതിനുശേഷം ഈ ഗെയിം ഓവർ കണ്ടീഷൻസ് നമ്മൾ മൂന്നാമത്തെ പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ പാർട്ട് എല്ലാവരും കാണുക. ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാണുക. ഓക്കെ.